അസ്സലാമലൈക്കും. അപ്പം നമ്മൾ പുതിയൊരു വീഡിയോ ഇട്ട് നിൽക്കണം. അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇതുപോലെ മുളക് ചെടി ഒരുപാട് കാലം, അതായത് ഒരു 4 വർഷത്തോളം നമുക്ക് കൊലയായിട്ട് തന്നെ വിളവെടുക്കാൻ പറ്റുന്ന, മണ്ണിൽ നടാൻ പറ്റുന്ന നല്ലൊരു കൃഷി രീതിയാണ് കേട്ടോ. അപ്പോൾ ഇതുമൂലം നമുക്ക് നമ്മുടെ വീട്ടിലുള്ള വേസ്റ്റ് സംസ്കരണം കൂടി ഇതിൽ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവരും തന്നെ ഈ രീതിയിൽ കൃഷി ചെയ്യണമെന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഒരിക്കലും കടയിൽ നിന്നും മുളക് വാങ്ങിയിട്ട് കറി വെക്കേണ്ട ഒരു ആവശ്യം വരില്ല കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇതുപോലെ ഒരു നല്ല അത്യാവശ്യ ആഴത്തിൽ ഒരു കുഴി എടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ ഒരു കുഴിയിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഇതുപോലെ ഒരു മൂട് അടിഭാഗം വെട്ടിയെടുത്തിട്ടുള്ള ഒരു പഴയ ഒരു ബക്കറ്റാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ബക്കറ്റ് ഇവിടെ സ്ഥിരമായിട്ട് ഇതേ ഒരു ആവശ്യത്തിനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ബക്കറ്റാണ്. പിന്നെ വീണ്ടും അത് ഇവിടെ വെച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു മുളക് മരം ഏകദേശം 4 വർഷത്തോളം നിന്നതിൻ്റെ ശേഷം ഇവിടുന്ന് നശിച്ചു പോയിട്ടോ. എന്തോ കാരണം അത് ഉണങ്ങിപ്പോയി. അപ്പോൾ അവിടെ തന്നെ ഞാൻ വീണ്ടും അതുപോലെ തന്നെ ചെയ്തിട്ടാണ് ഞാൻ വീണ്ടും കൃഷി ചെയ്യാനായിട്ട് നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ അതിലേക്ക് നമുക്ക് ഡെയിലി നമ്മൾ ഒഴിവാക്കി കളയുന്ന കിച്ചൺ വേസ്റ്റ് ആയിട്ടുള്ള ചോറും കറിയും പച്ചക്കറി വേസ്റ്റുകൾ, തൊടിയിൽ നിന്ന് അടിച്ചു വാരി കിട്ടുന്ന കരിയില അങ്ങനെയുള്ള വേസ്റ്റ്, പിന്നെ കള പറിച്ചെടുക്കുന്ന പുല്ലുകൾ, എല്ലാവിധ വേസ്റ്റുകളും നമുക്ക് ഇതിലിടാം. അതുപോലെ തന്നെ നമുക്ക് മീൻ കഴുകിയ വെള്ളം, ഇറച്ചി കഴുകിയ വെള്ളം, യാതൊരു വേസ്റ്റും തന്നെ നമുക്ക് എവിടെയും കൊണ്ട് കളയാതെ ഒക്കെ ഇതിൽ നമ്മൾ സംസ്കരിക്കാം കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് കഞ്ഞിവെള്ളം ഇതിലേക്ക് തന്നെ ഒഴിക്കുക. കഞ്ഞിവെള്ളം ഒഴിക്കുന്നതിലൂടെ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ അത് കമ്പോസ്റ്റ് ആകാനും കൂടി ഈ കഞ്ഞിവെള്ളം നമുക്ക് സഹായിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള നമുക്ക് മാലിന്യ സംസ്കരണം, അതുപോലെ തന്നെ നമുക്ക് നല്ലൊരു കൃഷി രീതി, നല്ല രീതിയിൽ വിളവെടുക്കാൻ പറ്റുന്ന രീതിയും കൂടിയാണ്. പിന്നെ ഇത് നമുക്ക് ഏകദേശം ഒരു മാസത്തോളം നമുക്ക് ഇതിങ്ങനെ ഉപയോഗിക്കാം. നല്ലൊരു അടപ്പ് വെച്ചിട്ട് ഇതുപോലെ നല്ല രീതിയിൽ തന്നെ ടൈറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാനിത് ബക്കറ്റ് ആയത് കാരണം അതിൻ്റെ അടപ്പ് തന്നെ കഴുകിയെടുത്തിട്ട്, അതുപോലത്തെ മറ്റൊരു അടപ്പാണ് കേട്ടോ. അപ്പോൾ കഴുകിയെടുത്തിട്ട് ഞാനത് അതിൽ അടച്ച് ടൈറ്റ് ചെയ്ത് വെച്ച് യാതൊരു സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും തന്നെ പുറത്തേക്ക് വരില്ല കേട്ടോ. ഹോൾസ് ഒന്നും ഇട്ട് കൊടുത്തിട്ടില്ല. പിന്നെ ഞാൻ അതിൻ്റെ സൈഡ് ഭാഗങ്ങളൊക്കെ ഇതുപോലെ ഉണ്ട് മണ്ണിട്ടിട്ട് ഫില്ലാക്കിയിട്ട് നല്ല രീതിയിൽ ഉറപ്പിച്ച് വെച്ചു കേട്ടോ. ഇനി ഇതുപോലെ അന്നാന്ന് അടച്ച് വെച്ചതിന് ശേഷം നമുക്ക് പിറ്റേ ദിവസം അത് തുറക്കുന്ന സമയത്തും യാതൊരു സ്മെല്ലും കാര്യങ്ങളും ഒന്നും തന്നെ ഇല്ല കേട്ടോ. ഇനി നമുക്കങ്ങനെ അറപ്പായിട്ട് അത് മുഷിച്ചിലായിട്ട് തോന്നുന്നുണ്ട് എന്നുണ്ടെങ്കിൽ കിച്ചൺ വേസ്റ്റ് ഇട്ടതിന് ശേഷം അല്പം പുല്ലോ അതല്ലെങ്കിൽ കരിയിലോ എന്തെങ്കിലും ഒന്ന് ഇട്ടിട്ട് വെക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് പിറ്റേന്ന് തുറക്കുമ്പോൾ അതൊരു മുഷിച്ചിലായിട്ട് തോന്നുകയില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെ എനിക്ക് അത്യാവശ്യം അർജൻറ്റാണ്, പെട്ടെന്ന് തന്നെ മുളക് ചെടി നട്ട് പിടിപ്പിക്കണം എന്നുള്ളത് കൊണ്ട് തന്നെ ഞാൻ ഏകദേശം ഒരു 3-4 ദിവസത്തോളം വെച്ചതിന് ശേഷം ഈ ഒരു കുഴി മൂടിയിട്ടോ. ഞാൻ അത്ര വലിയ കുഴിയൊന്നും എടുത്തിട്ടില്ല. അപ്പോൾ ഏകദേശം നമ്മൾ മണ്ണിനോട് ചേർന്നിട്ടുള്ള ആ രീതിയിൽ വേസ്റ്റ് ഉയർന്നു വന്നപ്പോൾ ഞാനതിൽ മണ്ണ് ഇതുപോലെ നല്ല രീതിയിൽ കൂമ്പ കൂട്ടിയിട്ട് നമ്മൾ മൂടി വെക്കുക. എന്നിട്ട് നമുക്ക് പറ്റുമെങ്കിൽ ഒരു മാസത്തോളമൊക്കെ വെച്ച് അത് കമ്പോസ്റ്റ് ആയതിൻ്റെ ശേഷം നമുക്ക് നടാം. അതല്ല എങ്കിൽ മണ്ണ് കുറച്ച് ഉയർത്തി വെച്ച് കൂമ്പ കൂട്ടി കൊടുത്തതിന് ശേഷം നമുക്ക് അതിൽ മുളക് ചെടി നട്ട് കൊടുക്കാം കേട്ടോ. 2 ദിവസമൊക്കെ ഒന്ന് മെല്ലെ വാടി നിന്നാലും 3-ാമത്തെ ദിവസം ചെടി തെളിഞ്ഞ് വളരെ ഹെൽത്തി ആയിട്ട് വരും കേട്ടോ. പിന്നെ നമ്മൾ ആ ചെടിക്ക് യാതൊരു വളപ്രയോഗം നടത്താതെ തന്നെ നമുക്ക് ഒരു 4 വർഷം 5 വർഷത്തോളം ഈ ഒരു ചെടി നല്ല രീതിയിൽ തന്നെ നമുക്ക് വിളവ് തരുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ആദ്യം മുമ്പ് നമ്മൾ വീഡിയോ തുടങ്ങുമ്പോൾ കാണിച്ചു തന്നിട്ടില്ല ആ ഒരു മുളകിൻ്റെ തൈ തന്നെയാണ് കേട്ടോ ഇവിടെ നടുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ ഒന്ന് കൊടുക്കട്ടെ ആ ഒരു മുളക് ചെടീൻ്റെ വീഡിയോ. അപ്പോൾ അങ്ങനെ ആ ഒരു മുളക് ചെടി തന്നെയാണ് ഞാനിവിടെ വീണ്ടും നട്ട് കൊടുക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ ഇതിൽ അത്രത്തോളം വിളവ് കിട്ടുന്ന ഒരു ഇനം മുളകുമാണ്. അതായത് ഈ രീതിയിൽ നമ്മൾ കൃഷി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ കൈ കയക്കണത് വരെയും പറിക്കാനുള്ള ഒരു മുളക് ഇതിൽ നിന്ന് കിട്ടുന്നതാണ് കേട്ടോ. നമ്മുടെ എത്ര പറിച്ചാലും തീരാത്ത അത്രയും മുളക് വീണ്ടും വീണ്ടും ഉണ്ടായി വരുന്ന രീതിയാണ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് തീർച്ചയായിട്ടും റിസൾട്ട് കിട്ടുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിങ്ങനെ മറക്കാതെ തന്നെ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങളെ അഭിപ്രായം അറിയിക്കാനും കൂടി മറക്കരുത് കേട്ടോ. അപ്പം ഇത്ര മാത്രമേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ അസ്സലാമു അലൈക്കും.